അപ്പുക്കുട്ടനെ രാവിലെയും വൈകുന്നേരം ഒരു 4-5 മണിക്കൂർ എപ്പോഴും ഇവരുടെ കൂടെയാണ് കേട്ടോ. അപ്പുക്കുട്ടന് ഇവരെ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു പുണക്കാച്ചിമാണാണല്ലോ. അപ്പുക്കുട്ടനാണെങ്കിൽ കുളിച്ച് ഷാമ്പൂ ഒക്കെ തേച്ച് സ്പ്രേ ഒക്കെ അടിച്ചാണല്ലോ വരും. അതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അപ്പുക്കുട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുമണീസിൽ ഏതെങ്കിലും ഒരുത്തം പോയിട്ട് അവൻ്റെ ചെവിക്കിട്ട് അല്ലെങ്കിൽ തലക്കിട്ട് അല്ലെങ്കിൽ മുഖത്തിൻ്റെയൊക്കെ ഓരോ അടി കൊടുക്കും കേട്ടോ. അപ്പുക്കുട്ടൻ പാവം അതും കൊണ്ടുകൊണ്ടിരിക്കും. അതെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഫൈറ്റാണ്. ഇത് ഇവൻ്റെ ചേട്ടൻപുള്ളിയാണ്. ചേട്ടൻപുള്ളിനെ ഈ കുഞ്ഞനുജൻ എതിർത്ത് നിന്നിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ശൂരപരാക്രമിയാണ്. ഇവന്റെ ശൗര്യം വിടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻപുള്ളിക്ക് പേടിയായിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഇതേ അനിയൻപുള്ളിമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മെല്ലെ പോയിട്ട് തക്കുടൂൻ്റെ അടുത്ത് ഇവൻ പോയി കാര്യം പറഞ്ഞു കൊടുത്തു. തക്കുടു എന്താ പ്രശ്നം നോക്കാൻ വേണ്ടി തക്കുവും വന്നിട്ട് പ്രശ്നങ്ങളെയൊക്കെ തീർത്ത് വിടുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ഒച്ചപ്പാട് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എന്നും തമ്മിലടിയും വഴക്കും കരച്ചിലും കീറലും തന്നെയാണ് കേട്ടോ. എപ്പോൾ വന്നിട്ട് അപ്പുക്കുട്ടനുള്ള ഉപദ്രവമാണ്. അപ്പുക്കുട്ടനുള്ള ഒറ്റ കാരണം ചലക്കിട്ട് തിരിച്ചാൻ കൊടുത്തേ. പോയിട്ട് അമ്മച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. സ്കൂളിലൊക്കെ പ്രശ്നാമം കൊണ്ടിരുന്ന പോലെ തന്നെ അവൻ പോയിട്ട് അവൻ്റെ അമ്മച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പുക്കുട്ടനോട് ചോദിക്കാനും പറയാനും എന്നും അപ്പുക്കുട്ടൻ അടി കൊള്ളാറേ ഉള്ളേ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സഹായിക്കണം കേട്ടോ.